താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രതിസന്ധി ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദിവസേന പല കാരണങ്ങളാൽ മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ചുരത്തിലെ 8ാം വളവിൽ ഇന്നലെ ചരക്ക് ലോറി കേടുവന്നതുമൂലം മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ ചുരത്തിലുടനീളം കെട്ടിക്കിടന്നത്. മണിക്കൂറുകളോളം നീണ്ട ശ്രമത്തിൽ പോലീസുകാരുടെയും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുടെയുമെല്ലാം നീണ്ട പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ബ്ലോക്ക് നീക്കം ചെയ്യാൻ സാധിച്ചത്. ദൈനംദിനം വാഹനപ്പെരുപ്പം വളർന്നു വരുന്ന നിലവിലെ സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് കോഴിക്കോട് നിന്നും ബദൽ പാത യാഥാർത്ഥ്യമാക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. ചുരത്തിലെ വലിയ വാഹനങ്ങൾ കേടാകുന്നത് മൂലവും അപകടങ്ങൾ നടക്കുന്നത് മൂലവും ഗതാഗത പ്രതിസന്ധി ഉണ്ടാക്കുന്നത് വലിയ രീതിയിലാണ് യാത്രക്കാരെ ബാധിക്കുന്നത്. വയനാട്ടിൽ മെച്ചപ്പെട്ട സൗകര്യം ഇല്ലാത്ത ആശുപത്രിയുടെ അഭാവം മൂലവും ദിവസവും നിരവധി ആംബുലൻസുകളാണ് ചുരത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ആംബുലൻസുകൾ കടന്നു പോകാൻ വേണ്ടി മണിക്കൂറുകളോളം മറ്റു വാഹനങ്ങൾ പിടിച്ചിടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. KSRTC പ്രൈവറ്റ് ബസ്സുകളൊന്നും ചുരത്തിലൂടെ ബ്ലോക്ക് മൂലവും യാത്രാ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് കൃത്യസമയത്ത് സ്റ്റോപ്പിലെത്താൻ സാധിക്കുന്നില്ല. ഇതുമൂലം ദിവസവും കോഴിക്കോട് നിന്നും വന്ന വയനാട്ടിൽ ജോലിയെടുക്കുന്നവർ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. ചുരത്തിലെ ഗതാഗത പ്രതിസന്ധികൾ പരിഹരിക്കേണ്ടത് വയനാട്ടുകാർക്കൊരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. വാഹനങ്ങൾ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്കുള്ള വിനോദസഞ്ചാരികളുടെയും യാത്രക്കാരുടെയും നിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. എത്രയും പെട്ടെന്ന് ബദൽ പാത യാഥാർത്ഥ്യമാക്കി താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അനന്യ TP, News 1, ലക്കിടി.